രമേശ് ചെന്നിത്തല ഭരണം തുടങ്ങി നാളെ DGPയെ കാണും. മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് ഒടുവിൽ ലഭിച്ചത് ആഭ്യന്തരവും വിജിലൻസും. അദ്ദേഹം കടുംപിടുത്തം നടത്തിയതിന് അനുസരിച്ച് അദ്ദേഹത്തിന് എല്ലാവരും തന്നെ വഴങ്ങുകയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എങ്കിൽ ഒരു സ്ഥാനത്തേക്കുമില്ല എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ദീപാദാസ് മുൻഷി അടക്കം അദ്ദേഹത്തെ ഇന്നലെ ചെന്ന് കണ്ട് ചർച്ച നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റി മന്ത്രിസഭയിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം മറ്റൊരു കടുംപിടുത്തം കൂടി നടത്തിയിരിക്കുകയാണ്. തനിക്ക് നിർണായകമായ ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും തനിക്ക് വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനടക്കം രമേശ് ചെന്നിത്തലയ്ക്ക് വഴങ്ങുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആഭ്യന്തര മന്ത്രിയും വിജിലൻസിന്റെ ചുമതലയുമുള്ള മന്ത്രിയുമായി മറ്റന്നാൾ അധികാരമേൽക്കുകയാണ്. അതിന് മുൻപ് തന്നെ രമേശ് ചെന്നിത്തല നിർണായകമായ നീക്കം നടത്തി തുടങ്ങി. നാളെ അദ്ദേഹം സംസ്ഥാന DGPയുമായും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായും നാളെ രമേശ് ചെന്നിത്തല ചർച്ച നടത്തുമെന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈയാളിയിരിക്കുന്ന രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഭരണം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. VD സതീശനെ ധനകാര്യ വകുപ്പ് ഏൽപ്പിച്ചുകൊണ്ട് ഒരു ദുർബലനായ മുഖ്യമന്ത്രിയാക്കി മാറ്റിക്കൊണ്ട് രമേശ് ചെന്നിത്തല ഇതാ പോലീസ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ അദ്ദേഹം നിർണായകമായ നീക്കം നടത്തുകയാണ്. അതിനിടെ കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ രൂപം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനു പുറമെ VD സതീശൻ ധനവകുപ്പ് ഏറ്റെടുക്കും. അതേപോലെ തന്നെ രണ്ടാമനായി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന്റെയും വിജിലൻസ് വകുപ്പിന്റെയും ചുമതല ഏറ്റെടുക്കും. സണ്ണി ജോസഫ് മന്ത്രിസഭയിലുണ്ടാകും. AP അനിൽകുമാർ മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒന്നുകിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരും, അതല്ല എങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. PC വിഷ്ണുനാഥ്, K മുരളീധരൻ, ബിന്ദു കൃഷ്ണ, M ലിജു, IC ബാലകൃഷ്ണൻ എന്നിവർ മന്ത്രിസ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. രമേശ് ചെന്നിത്തല ഒരു കടുംപിടുത്തം കൂടി പിടിക്കുകയാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജ്യോതികുമാർ ചാമക്കാലയ്ക്കും അൻവർ സാദത്തിനും കൂടി മന്ത്രിസ്ഥാനം വേണമെന്നുള്ള നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്നു. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും രാത്രി വൈകിയും അത്തരത്തിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് രാത്രിയിലോ നാളെ പകലോ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള മന്ത്രിമാരെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഘടകകക്ഷി മന്ത്രിമാരിൽ ഏതാണ്ട് ധാരണ എത്തിയിരിക്കുകയാണ്. RSPയിലെ ഷിബു ബേബി ജോൺ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസിലെ മോൻസ് ജോസഫും അനൂപ് ജേക്കബും മാണി C കാപ്പനും ഏതാണ്ട് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിൽ അനൂപ് ജേക്കബും മാണി C കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം പങ്കിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേപോലെ CMPയിലെ CP ജോണും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ഇനിയാണ് മുസ്ലിം ലീഗിലേക്ക് വരേണ്ടത്. മുസ്ലിം ലീഗ് 5 സീറ്റ് തന്നെ വേണമെന്നുള്ള കടുംപിടുത്തത്തിൽ തന്നെയാണ്. അതിനനുസരിച്ചുള്ള പ്രഖ്യാപനം നാളെ ഉണ്ടാകും. ഇന്ന് ചേർന്ന മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. KM ഷാജിയും N ഷംസുദ്ദീനും മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. 5ാമത്തെ മന്ത്രിയായി V അബ്ദുൾ ഗഫൂറും AKM അഷ്റഫും ഇതിലെ 2 പേരിലെ ആരെങ്കിലും ഒരാൾ ആകുമെന്നാണ് ലീഗ് അറിയിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം നാളെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിലുണ്ടാകും. PK ബഷീറിന് മന്ത്രിസ്ഥാനം ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം മലപ്പുറത്ത് നിന്ന് 3 പേരുടെ പങ്കാളിത്തമാണ്. PK ബഷീറോട് കൂടി വന്നു കഴിഞ്ഞാൽ 3 പേർ മലപ്പുറത്ത് നിന്ന് മന്ത്രിമാരാകും. അതുകൊണ്ട് അങ്ങനെ വേണ്ട 2 പേർ മതി എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് PK ബഷീറിനെ ദീർഘകാലമായി, അതായത് 2011 മുതൽ MP ആയ PK ബഷീറിനെ മന്ത്രിസഭയിലേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 5 മന്ത്രിമാർ തന്നെ തങ്ങൾക്ക് വേണം. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 5 മന്ത്രിമാർ 5 മന്ത്രിസ്ഥാനം തന്നെ തങ്ങൾക്ക് വേണമെന്നുള്ള ഉറച്ച നിലപാടിലാണ് ലീഗ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. ഏതായാലും ഇത്തരത്തിലാണ് ഇതുവരെയുള്ള
മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്ന് രാത്രി ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ മന്ത്രിമാരുടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. അതല്ല എങ്കിൽ നാളെ ഒരുമിച്ച് ഈ പറയുന്ന എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ചുള്ള ടീം UDF എന്ന നിലയിൽ മന്ത്രിമാരുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.